ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. മാഷാഅല്ലാഹ് അൽഹംദുലില്ലാഹ് ഞങ്ങളിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രാവിലെ ഞാൻ ചായയൊക്കെ ഇട്ടിട്ടുണ്ട്. വാപ്പ അവിടെ ഇല്ല, വാപ്പ പുറത്ത് പോയിട്ടുണ്ട് ചായ കുടിക്കാനൊക്കെ ആയിട്ട്. വാപ്പ പുറത്ത് കടയിൽ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തലേന്ന് കൊണ്ടുവന്ന പാലിൽ നിന്ന് കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു, അത് ഞാൻ എടുത്തുന്ന ചായ ഇട്ട്. അല്ലെങ്കിൽ രാവിലെ കട്ടനാണ് ഇടുന്നത്. അങ്ങനെ എന്തായാലും ചൂട് ചായ അങ്ങോട്ട് കുടിക്കുന്നുണ്ട്. എൻ്റെ ജോലികളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പുട്ടിന് മാവൊക്കെ നനച്ച് വെച്ചു, തേങ്ങ തിരുമ്മി ഇതേ പുട്ട് ഇവിടെ പുഴുങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. ഗോതമ്പിൻ്റെ പുട്ടാണ്, നമുക്ക് ഉഴുന്ന് തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഉഴുന്ന് വാങ്ങിച്ചിട്ട് വേണം നമുക്ക് ദോശയ്ക്കിടാൻ. നമ്മുടെ ഇവിടെ ദോശക്കാരും അപ്പവും ഇഡ്ഡലിയും ഒക്കെയാണ് സ്ഥിരമായിട്ട് കേട്ടോ. ചിലപ്പോൾ വൈകുന്നേരങ്ങളിലായിരിക്കും ചപ്പാത്തി ഉണ്ടാക്കുന്നത്. എനിക്ക് പൊതുവേ അങ്ങനെ പുട്ട് ചപ്പാത്തി അങ്ങനെയൊന്നും ഇഷ്ടമല്ല. അപ്പോൾ ഇന്ന് എന്തായാലും പുട്ടാണ് ഉണ്ടാക്കിയത്. ഗോതമ്പിൻ്റെ പുട്ടാണ്. ഇവിടെ ഗോതമ്പിൻ്റെ പുട്ടിനോടും ആർക്കും താല്പര്യമില്ല കേട്ടോ. പക്ഷെ അരിമാവും ഇരിപ്പില്ല, അതുകൊണ്ട് ഞാനങ്ങ് ഗോതമ്പിൻ്റെ പുട്ടുണ്ടാക്കിയെടുത്തു കൂട്ടത്തിൽ കഴിക്കാൻ വേണ്ടിയിട്ട്. ആദ്യം പയറ് പുഴുങ്ങിയെടുക്കാമെന്ന് കേട്ടോ ഞാൻ വിചാരിച്ചത്. അപ്പം പയറ് പുഴുങ്ങിയാലും വാപ്പാക്ക് അത്ര പ്രിയമല്ല. ഒന്നീ വാപ്പാക്ക് പഴം വേണം, ഇല്ലെങ്കിൽ പഴമാണ് ഇഷ്ടം, കൂടുതലിഷ്ടം പഴമാണ്, ഇല്ലെങ്കിൽ എന്തെങ്കിലും കറി വേണം. അപ്പം ഞാൻ എന്ത് ചെയ്തു, രാവിലെ മുട്ടക്കറി ഉണ്ടാക്കി, പുട്ടും ഉണ്ടാക്കി. അപ്പോൾ അതായിരുന്നു രാവിലത്തെ കാപ്പി. ഞാൻ ചായയൊക്കെ കുടിച്ചു. എൻ്റെ ഒരുവിധമുള്ള രാവിലത്തെ നമ്മൾ അടുക്കള ജോലികളൊക്കെ ഉണ്ടല്ലോ, കുറേ പാത്രങ്ങൾ കഴുകാനൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴുകി വെച്ചു. അപ്പോഴത്തേക്കും പാത്തുകുട്ടിക്ക് സ്കൂളിലേക്ക് പോകാൻ ടൈം ആയിട്ടുണ്ട്. ഞാൻ കൊച്ചിന് കാപ്പിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാപ്പി അങ്ങ് എടുത്തു കൊടുത്ത് അവൾ കഴിച്ചിട്ടുണ്ട്. ഞാൻ വന്നിട്ട് ഇനിയിപ്പം യൂണിഫോം അവർക്ക് ആഴ്ചയിൽ 3 ദിവസമാണ് കേട്ടോ യൂണിഫോം. അതായത് ബുധനാഴ്ച ദിവസവും ബാക്കി പിന്നെ ചൊവ്വയും വ്യാഴവുമാണ് കേട്ടോ അസംബ്ലി ഉള്ളത്. അപ്പോൾ ആ ദിവസങ്ങളിലാണ് യൂണിഫോം ഇപ്പോൾ പറഞ്ഞേക്കുന്നത്. ഇപ്പം ഒരു ജോഡിയും കൂടെ കിട്ടാനുണ്ട്. അപ്പോൾ അതും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആഴ്ചയിൽ ഒരു ദിവസമേ ഉള്ളൂ കളർ ഡ്രസ്സ്, ബാക്കി എല്ലാ ദിവസവും യൂണിഫോം ആയിരിക്കും. അപ്പോൾ നമുക്ക് ഒരു യൂണിഫോമേ തയ്ച്ചും കിട്ടിയിട്ടുള്ളൂ, മെറ്റീരിയലും ഒന്നേ കിട്ടിയിട്ടുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യത്തെ യൂണിഫോം മാറ്റിയിട്ടുണ്ട്. ഇപ്പം 3 വർഷം കൂടി 3 വർഷം LKG UKG ഫസ്റ്റ് സ്റ്റാൻഡേർഡ്, അപ്പം 3 വർഷമായിട്ടും ഒരേ കളർ യൂണിഫോം ആയിരുന്നു ഇവൾ ചെന്നതിന് ശേഷം. പിന്നെ ഇപ്പോൾ മാറിയത് ഈ ഒരു ബ്ലൂവും ബ്ലാക്കുമാണ് കേട്ടോ. പക്ഷേ എനിക്ക് കൂടുതൽ മറ്റേ പഴയ യൂണിഫോം ആയിരുന്നു ഇഷ്ടം. എനിക്ക് നല്ലൊരു കോമ്പിനേഷൻ അതായിരുന്നു കേട്ടോ. എനിക്കതായിരുന്നു കൂടുതൽ ഇഷ്ടം. ഇതും കൊള്ളാം മാഷാഅല്ലാഹ്. എല്ലാവരും ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, യൂണിഫോം അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഒരുപാടങ്ങ് തള്ളുന്നില്ല, 1-2 പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ യൂണിഫോം കൊള്ളാമെന്നൊക്കെ ഉള്ളത്. അങ്ങനെ എന്തായാലും ഞാൻ യൂണിഫോമൊക്കെ അയൺ ചെയ്യുന്നുണ്ട്. ഇന്ന് ഇപ്പോൾ ഇത് തേച്ചുകൊണ്ടിരിക്കുന്ന ടൈമിന് എൻ്റെ ക്യാമറാമാൻ ഒത്തി എന്ന് വേണമെങ്കിൽ പറയാം, അത് പാത്തുക്കുട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ ട്രൈപോഡ് കൊണ്ടുവച്ചിട്ട് ഞാൻ ഏകദേശം ഒന്ന് ശരിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കൊണ്ടുവച്ചിട്ട് അയൺ ചെയ്യുന്നതൊന്നും എടുക്കാൻ പറ്റത്തില്ല, കാരണം ചില ടൈമിന് കട്ടിലിൽ നിന്ന് താഴെ പോരാൻ സാധ്യതയുണ്ട്. അത് ഞാൻ കൊച്ചിൻ്റെ കയ്യിലോട്ട് കൊടുത്തിട്ടാണ് അയൺ ചെയ്തത്. ആ അയൺ ബോക്സ് ഉണ്ടല്ലോ 36 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ളൊരു പുരാതന വസ്തുവാണ് കേട്ടോ. ഉമ്മയുടെ വീട്ടിൽ നിന്ന് ഉമ്മ അത് എപ്പോഴും പറയും, ഉമ്മയുടെ സഹോദരൻ നാട്ടിൽ വന്ന ടൈമിന് കൊടുത്ത ഒരു അയൺ ബോക്സ് ആയിരുന്നത്. അതിനുശേഷം ഞങ്ങൾ മേടിച്ചിട്ടുണ്ട്, 1-2 പ്രാവശ്യം മേടിച്ചിട്ടുണ്ടായിരുന്നു അല്ലാണ്ട്. പക്ഷേ അതൊക്കെ കേടായി പോയിട്ടും ഇത് ഇന്നും ജീവനോടെ ഇരിക്കുന്നുണ്ട് കേട്ടോ, ഒരു കുഴപ്പവും ഇല്ലാണ്ട്. ഇനി അങ്ങോട്ട് പന്നലാവുന്നെങ്കിലേ ഉള്ളൂ, ഇതുവരെ അവന് ഒരു കുഴപ്പമില്ലാണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ അയൺ ചെയ്തു, അവൾക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അവളെ കൊണ്ടാക്കി സ്കൂളിൽ. അപ്പോൾ കൊണ്ടാക്കി പിന്നെ തിരികെ വന്നു കേട്ടോ. അപ്പോൾ തേങ്ങയൊന്നും ഇല്ലായിരുന്നു, അപ്പോൾ അതൊക്കെ വാങ്ങി, തേങ്ങ എണ്ണയൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ടാണ് വീട്ടിലോട്ട് പോകുന്നത്. അങ്ങനത്തെ അനിയത്തിയുടെ പാത്രങ്ങളൊക്കെ കഴുകിക്കൊണ്ടേ നിൽക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ല എനിക്ക് കൈക്കൊക്കെ ഒരു അലർജി ഉണ്ടെന്ന്, അതിപ്പോൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്, കൈക്കും അതുപോലെ കാലിൻ്റെ വിരലിനും അലർജി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു 3 മാസത്തേക്ക് നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. തുണി കഴുകാനും പാത്രം കഴുകാനും ഒക്കെ വലിയ പാടായിരിക്കും. ഈ സോപ്പ് അലർജിയാണ് ആ ടൈമിന്. അപ്പോൾ എല്ലാ വർഷവും 2-3 മാസത്തേക്ക് എനിക്കിങ്ങനെ ഈ ഒരു കാലാവസ്ഥയാണ് കേട്ടോ. അതിന് കാരണം വേറൊന്നുമല്ല. അതുപോലെ രാവിലെ എണീറ്റപ്പോഴത്തേക്കുള്ള തുമ്മൽ, എൻ്റെ പൊന്നോ അലർജിയുണ്ട്. കണ്ണ് ചൊറിച്ചിലും തുമ്മലും തൊണ്ട ചൊറിച്ചിലും ഒക്കെ ആയിട്ട് അതൊരു ബഹളമാണ്. ആ ഒരു അവസ്ഥ ഇങ്ങനെ അനുഭവിക്കുന്നവർക്കേ അറിയത്തുള്ളൂ കേട്ടോ. കണ്ണ് ചൊറിച്ചിലൊക്കെ എൻ്റെ പൊന്നെ, ചൂടുവെള്ളം കൊണ്ടുവന്ന് ഞാനിങ്ങനെ എത്ര കഴുകിയാലും കണ്ണ് കഴുകിയാലും പറ്റത്തില്ല, അത്രയ്ക്ക് ചൊറിച്ചിലാണ്. അങ്ങനെ ഇന്ന് രാവിലെ അങ്ങനെയൊക്കെ ഉള്ളൊരവസ്ഥയിലൊക്കെ ആയിരുന്നു കടന്നുപോയത്. ഇത് കണ്ടില്ലേ, ഇത് റംബൂട്ടാൻ്റെ തൈയാണ് കേട്ടോ. എനിക്ക് തൊട്ടടുത്ത വീട്ടിൽ ഞാൻ ഒരു വീട്ടിൽ മരം ഉണ്ടെന്ന് പറഞ്ഞില്ലേ റംബൂട്ടാൻ്റെ, അത് വരിക്കയാണ്. അപ്പോൾ അതിൽ 1-2 തൈ നമുക്ക് തന്നിട്ടുണ്ട്, പക്ഷെ നമ്മൾ നട്ടിട്ടത് ഉണങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം നമുക്കൊരു തൈയും കൂടെ തന്നു, നമുക്കൊന്ന് വെച്ച് നോക്കാം എന്തായാലും പിടിക്കുന്നോന്ന്. അപ്പോൾ
ഞാൻ ദേ ഈ ഒരു വശത്ത് നമ്മുടെ ഈ ചെമ്പരത്തിയൊക്കെ നിൽക്കുന്നില്ലേ, ആ ഒരു വശത്ത് നമ്മുടെ മഞ്ഞ മുള നിൽക്കുന്ന ആ ഒരു ഭാഗത്ത് മുള നമ്മൾ എന്തായാലും വെട്ടിക്കളയും കേട്ടോ. അതൊന്ന് കരിച്ച് കളയേണ്ടതുണ്ടെന്ന് തോന്നുന്നു, മുള പിന്നും പിന്നും അങ്ങ് പൊട്ടി മുളയ്ക്കുന്നത് കൊണ്ട്. അപ്പോൾ ആ വശത്ത് ഞാൻ കൊണ്ടങ്ങ് വെച്ചു. അവിടെ 2-3 ചീനിക്കമ്പ്, അതായത് മരച്ചീനിയുടെ കമ്പാണ് നിൽക്കുന്നത്. അതെന്തായാലും നമ്മൾ പിഴുത് മാറ്റുമല്ലോ. അപ്പോൾ അവിടെ കുറച്ച് എന്താ ചോലയുണ്ട്, കുറച്ച് ഈ ചെമ്പരത്തിയൊക്കെ അങ്ങനെ കൂടി വളർന്ന് നിൽക്കുന്നത് കൊണ്ട് അധികം വെയിലടിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതൊക്കെ വെറുതെ നമ്മൾ നട്ടു വെച്ചിരിക്കുന്നില്ലേ, ചെമ്പരത്തിയൊക്കെ ആവശ്യത്തിന് മതിയല്ലോ. മരം പോലെ അങ്ങ് പോയി കേട്ടോ. അതായത് അങ്ങ് പൊക്കത്തിന് ലൈനിന്, ഇലക്ട്രിക് ലൈനിൻ്റെ അടുത്ത് വരെ എത്തിയിട്ടുണ്ട് ആ ചെമ്പരത്തിയുടെ കൊമ്പ്. അപ്പം ഞാൻ കുറേയൊക്കെ അങ്ങ് എൻ്റെ അനിയത്തി അങ്ങ് വെട്ടി കളയുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നല്ല വെട്ടമൊക്കെ വെച്ചിട്ടുണ്ട്. വെയിലടിച്ചെങ്കിലല്ലേ നന്നായിട്ട് വളർന്നു വരത്തുള്ളൂ. 2 വെക്കണമെന്നൊക്കെ പറയുന്നേക്കാം കേട്ടോ. പക്ഷേ നമ്മളിപ്പോൾ എന്തായാലും ഒന്ന് വെച്ചിട്ടുണ്ട്. അപ്പുറം ഇപ്പുറം ഒക്കെ ഉള്ള വീടുകളിൽ റംബൂട്ടാനുണ്ട്, അതുകൊണ്ട് ഇത് കുഴപ്പമില്ലായിരിക്കും. അതൊക്കെ കഴിഞ്ഞിട്ട് ഇതിൽ നിന്ന് നമുക്ക് കറിക്കുള്ള കാര്യം കൂടെ അങ്ങ് എടുത്തിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. ഒരു ദിവസം നമുക്ക് മീനൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ പറമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കിട്ടുമല്ലേ. അപ്പോൾ ഇതേ ഞാനൊരു ചേമ്പിൻ്റെ തണ്ട് കട്ട് ചെയ്തിങ്ങ് എടുത്തു. 2-3 എടുത്തിട്ടുണ്ട്. ചെറുതാണ്, വലുതൊന്നും അല്ല കേട്ടോ. അപ്പോൾ ഇതേ അനിയത്തി ഈ വെട്ടിയിട്ട കൊമ്പൊക്കെ കൊണ്ട് കളയുന്നുണ്ട്. നമ്മൾ അന്ന് മുറിച്ചില്ലേ മാവിൻ്റെ കൊമ്പൊക്കെ നമ്മൾ മുറിച്ചിട്ടുണ്ടായിരുന്നല്ലോ. മാവ്, അതുപോലെ വേപ്പ്, അതിൻ്റെയൊക്കെ വിറകാണ് ആ കിടക്കുന്നത് കേട്ടോ. ഞാൻ തട്ടിക്കൊടഞ്ഞ് ഞാനും അവളും കൂടെ അതിൻ്റെ ഇലയൊക്കെ ഒന്ന് കുഴിച്ച് ഇങ്ങോട്ട് മാറ്റിയിട്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ നല്ല വെയിലുണ്ട്. രാവിലെ ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും പിന്നെ അങ്ങ് വെയിലായി. അപ്പോൾ ആ വെയിലത്തോട്ടെടുത്തിടാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി നല്ല വെയിലില്ലാതെ നമ്മൾ കൊണ്ടിട്ടിട്ട് കാര്യമില്ല. എന്തായാലും തൽക്കാലം ഞാൻ എടുത്തിട്ട് ആ ഭാഗത്ത് തന്നെ കിടക്കട്ടെ. ആ ഒരു കാരയൊക്കെ നിൽക്കുന്നുണ്ട്, അധികം വെയിലടിക്കത്തില്ല കേട്ടോ. ഇപ്പം എന്തായാലും അതൊന്നും പറക്കി നല്ല വെയിലത്തോട്ടിടാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാനങ്ങ് അകത്തോട്ട് പോയി. അപ്പോൾ ഇന്നലത്തെ ശകലം മീൻകറി ഇരിപ്പുണ്ട് കേട്ടോ. അത് ഒന്ന് ചൂടാക്കി വറ്റിച്ച് വെക്കാം. പിന്നെ ഇത് ഞാൻ എടുത്തുകൊണ്ട് വന്നത് പുളി വെക്കാനായിട്ട്, കൊച്ചുള്ളിയൊക്കെ അരിഞ്ഞിട്ട് നല്ലൊരു പുളി വെക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ഒരു പുളി നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് ഞാനിങ്ങനെ എടുത്ത് അതിൻ്റെ തോലുണ്ടല്ലോ, അതിൻ്റെ പുറത്തുള്ള ആ ഒരു കട്ടിത്തോലൊക്കെ ഉരിഞ്ഞ് കളഞ്ഞത് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ മെഴുക്കുരുട്ടിയും സൂപ്പറാണ് കേട്ടോ. തോരനേക്കാൾ അടിപൊളി മെഴുക്കുരുട്ടിയാണ്. പച്ചമുളകൊക്കെ കീറിയിട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് ഇങ്ങനെ വെളിച്ചെണ്ണയിൽ മാത്രം ഇങ്ങനെ ഉലർത്തിയെടുത്ത സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ ഒരു പിടി കൊച്ചുള്ളിയും കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. തക്കാളി വേണം, പക്ഷേ തക്കാളി ഇരിപ്പില്ല. അതുകൊണ്ട് ഇരിക്കുന്ന തക്കാളി 2 പച്ചയാണ് കേട്ടോ. നല്ല കരിയും പച്ചയായിട്ട് ഇരിക്കുന്നതാണ്. നല്ല പഴുത്ത തക്കാളിയും കൂടെ വേണമായിരുന്നു, പക്ഷേ പഴുത്ത തക്കാളി ഇല്ല, അതുകൊണ്ട് നമ്മൾ വെക്കാതിരിക്കുന്നില്ല. ഇതേ വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, അതിലേക്ക് 2-3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള, അതേ കൊച്ചുള്ളി കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കൊച്ചുള്ളിയും നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചേമ്പിൻ്റെ തണ്ടുണ്ടല്ലോ, ആ ഒരു തണ്ടും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടിട്ട് ആ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വാടി വരട്ടെ കേട്ടോ. എണ്ണയൊക്കെ പിടിച്ച് ആ ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് വാടി വന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ചല്ല കേട്ടോ, നല്ല അധികം പുളി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് സാമ്പാർ, കാരണം സാമ്പാറിൻ്റെ പൊടിയൊക്കെ ഞാൻ മൂപ്പിക്കാൻ ഇതിൻ്റെ അകത്ത് മൂപ്പിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അത് സാമ്പാറാണെന്ന് വിചാരിക്കേണ്ട. സാമ്പാറിൻ്റെ പൊടി ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നല്ല ടേസ്റ്റായിട്ടോ സാമ്പാറിൻ്റെ പൊടി ഇടുമ്പോഴത്തേക്കും. ഇത് രസമൊന്നുമല്ല, കുറച്ചധികം പുളി ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് വാടി വന്നതിന് ശേഷമാണ് ഞാൻ പുളി ഒഴിച്ചു കൊടുത്തത്. ഇനിയിപ്പം പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ അതിന് പിന്നെ ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് വാടി നല്ലതുപോലെ വാടി വരട്ടെ. വെള്ളം ഒഴിക്കുന്നില്ല കേട്ടോ. വെള്ളം ഞാൻ ഈ പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചിട്ടതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നല്ലതുപോലെ തിളപ്പിച്ച്, ഒരുപാട് അങ്ങ് ലൂസാക്കത്തില്ല, അങ്ങനെ കുറുകി ഇരിക്കുന്ന ഒരു ഭാഗം കേട്ടോ. അങ്ങനെ അതങ്ങ് അടുപ്പിലോട്ടാക്കിയിട്ട് വന്ന് ഞാൻ ഈ വിറകൊക്കെ നോക്കുക കേട്ടോ. ഒരുവിധം ഉണങ്ങിയതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റിയിട്ട് കൊടുക്കാം. പിന്നെ ഉള്ളത് ചെറിയ ചെറിയ ചുള്ളിക്കമ്പൊക്കെ ഉണ്ടല്ലോ, അത് കുറച്ച് ഒടിച്ച് പറക്കി അടുക്കളയിലും കൊണ്ടുവച്ച്. അനിയത്തി തോരന് വേണ്ടി ഒന്നും ഒരുപ്പില്ല. ആദ്യം കപ്പയ്ക്ക കുത്തിയിടാമെന്ന് വിചാരിച്ചു കേട്ടോ. കപ്പയ്ക്ക ഒരുപാട് പൊക്കത്തിയിരിക്കുന്നു. അപ്പോൾ പൊക്കത്തി നിൽക്കുന്നതുകൊണ്ട് ഒരു പഴുത്തതും ഉണ്ടായിരുന്നു, പക്ഷെ അത് ഒരു ഭാഗം കിളികൾ കുത്തിയിട്ടേക്കാം. എന്തായാലും പൊക്കത്തി നിൽക്കുന്നത് കൊണ്ട് അതിനുള്ളൊരു തോട്ടിയില്ല, അതുകൊണ്ട് വലിച്ചിടാൻ പറ്റത്തില്ല. കുറേയൊക്കെ നമ്മളിങ്ങനെ കുലുക്കി നോക്കി, എവിടെ വീഴുന്നില്ല കേട്ടോ. പിന്നെ വന്ന് കുറച്ച് മുരിങ്ങ ഇല താഴെ ഒരു കമ്പ് ഞാൻ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ലതുപോലെ തളർത്ത് മുരിങ്ങയില നിൽപ്പുണ്ട്, നല്ല തോരൻ വയ്ക്കാൻ പാകത്തിന്. അങ്ങനെ അത് കുറച്ച് അനിയത്തി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു നമ്മുടെ ചേമ്പിൻ്റെ തടയൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ടായിരുന്നു. അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് കുറച്ച് സാമ്പാർ പൊടി, അളവൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ, എല്ലാം ഒരു കൈ കണക്ക് അത്രയേ ഉള്ളൂ. കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്.
ലേശം വെള്ളവും കൂടെ നമ്മൾ അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് തണ്ടിലേക്ക് ഒഴിച്ചു കൊടുത്ത് തിളച്ച വെള്ളമായിട്ട് ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് നമ്മൾ ആ മൂപ്പിച്ച പൊടികളിട്ട് നന്നായിട്ട് ഇളക്കി മിക്സാക്കി നല്ലതുപോലെ ഒന്ന് തിളച്ചതിന് ശേഷം കറി അങ്ങ് മാറ്റി. കടുക് താളിച്ച് ഒഴിക്കുന്നവർക്കൊക്കെ ഒഴിക്കാം. ഞാൻ കടുക് താളിച്ച് ഒഴിച്ചിട്ടില്ല, കാരണം നേരത്തെ എണ്ണയിലാണല്ലോ ഇതെല്ലാം വഴറ്റി വെച്ചത്, അതുകൊണ്ട് കേട്ടോ. പിന്നെ കുറച്ച് പനിഞ്ഞിലിരിപ്പുണ്ടായിരുന്നു. പരിഞ്ഞിൽ ഞാൻ ഇതുപോലെ കുറച്ച് ഉപ്പും മുളകും ഒക്കെ പുരട്ടി എണ്ണയിലിട്ടങ്ങ് ആദ്യം ഒന്ന് വറുത്തതുപോലെ ആക്കി, പിന്നെ ലേശം വെള്ളവും കൂടെ ഒഴിച്ച് ഇതുപോലെ വഴറ്റി അങ്ങ് എടുത്ത്. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ, നല്ല ടേസ്റ്റാണ്.